നമസ്കാരം. രാജ്മോഹൻ ഉണ്ണിത്താന് ഭീഷണിയുമായി മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഫാൻസിന്റെ പൊങ്കാല. സുധാകരന്റെ വിശ്വസ്തൻ ജയന്ത് ദിനേശ് അടക്കം കടന്നാക്രമണം നടത്തി. സുധാകരൻ അനുകൂലികളുടെ സൈബർ ആക്രമണത്തിന് വിധേയനാവുകയാണ് ഉണ്ണിത്താൻ ഇപ്പോൾ. ഉണ്ണിത്താൻ തലമറന്ന് എണ്ണ തേക്കരുതെന്നും തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരുമെന്നായിരുന്നു ജയന്ത് ഫേസ്ബുക്കിൽ കുറിച്ചത്. സദാചാര പ്രശ്നത്തിൽ ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും സുധാകരൻ സംരക്ഷണം ഒരുക്കിയിരുന്നു. പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല സുധാകരന്റെ സംരക്ഷണമെന്നും ജയന്ത് കുറിച്ചു. ഇതിന് സമാനമാണ് മറ്റുള്ളവരുടെയും പൊങ്കാല. ഈ പാർട്ടിയിലെ ഏതൊരു നേതാവിനും ഏതൊരു പ്രവർത്തകനും CPM-ന്റെയോ BJP-യുടെയോ ആക്രമണം നേരിട്ടാൽ അവർക്ക് കവചമായി കെ സുധാകരൻ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കൂടെയുണ്ടാകും. സദാചാര പ്രശ്നം പറഞ്ഞ് CPM ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും അങ്ങനെ തന്നെ, രാഹുലിനെ ആക്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ, PJ കുര്യൻ സാറിനെയും ശശി തരൂരിനെയും ഇതുപോലെ വേട്ടപ്പട്ടികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യം കവചം തീർത്തത് ഈ കെ സുധാകരൻ തന്നെയാണ്. ഇപ്പോൾ ആ കേസുകളൊക്കെ എന്തായി? ഈ പറയുന്നവരൊക്കെ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല അദ്ദേഹം സംരക്ഷിക്കുന്നത്. ഉണ്ണിത്താനെ മനസ്സിലാവുന്നുണ്ടോ? തലമറന്ന് എണ്ണ തേക്കരുത്, തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരും, ജയന്ത് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് നടത്തിയത്. രാഹുൽ വടികൊടുത്ത് അടി വാങ്ങിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു. ഇരയോട് അപമര്യാദയായി പെരുമാറി. രാഹുലിന്റെ PR സംഘം ആക്രമണം നടത്തി. ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചത് രാഹുലാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ പിന്തുണ തനിക്കുണ്ടെന്ന് കാണിക്കാൻ രാഹുൽ ശ്രമിച്ചു. രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിന്തുണച്ചവർ മാറി ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുധാകരൻ ഓരോ കാലത്തും ഓരോ കാര്യങ്ങൾ മാറ്റി പറയുകയാണ്. അതുകൊണ്ടാണ് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സൈബർ ആക്രമണം. കെ സുധാകരന്റെ ഫാൻസിനെ KS ഫാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലുടനീളം സുധാകരന് ഫാൻസ് ഉണ്ട്. ഇത് വീണ്ടും തെളിയുകയാണ് ഈ സംഭവത്തിലൂടെ. റനീഷ് ജലാലിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: മഞ്ചേരിയിൽ മഹിളാ കോൺഗ്രസ്കാരിക്ക് പാർട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാർ പിടികൂടി. ഇദ്ദേഹം ആണെന്ന് കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തോട് പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. എങ്ങനെ പോകാൻ കഴിയും? മുണ്ടും അയിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി നിന്നിരുന്ന ഇയാൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഉടനെ DYFI-ക്കാര് സ്ഥലത്തെത്തുകയും അവർ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ നേതാവേ? ഓർമ്മ കാണില്ല. വേണമെങ്കിൽ വീഡിയോ ഫേസ്ബുക്കിലേക്ക് ഇട്ടുതരാം. മുരളീധരന് തന്നെ മുണ്ട് അയച്ചുവിട്ടതിന് ശേഷം എത്ര വർഷം ഒന്നും ആവാതെ താൻ KPCC ഓഫീസിൽ തെണ്ടി നടന്നു എന്നത് മറന്നുപോയോ? കാസർഗോഡ് താൻ 2 തവണ MP ആയെങ്കിൽ തൊട്ടിപ്പുറത്ത് കണ്ണൂര് എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് താൻ തീർന്നു. തനിക്ക് ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുടെ ദയ കൊണ്ട് MP ആയതിന്റെ പെൻഷൻ കൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് ജീവിച്ചോളണം. പൊതുവേദിയിൽ സോഷ്യൽ മീഡിയയിൽ ഇനി താൻ തള്ളാൻ വന്നാൽ പിന്നെ പൊങ്കാലയായിരിക്കും. താൻ പാർട്ടി കുടുംബത്തിൽ നിന്ന് കാണിക്കുന്ന കുതികാൽ വെട്ടിന് തനിക്ക് മാപ്പില്ല.